അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ സ്വാഹിബൽ വഖ്തി അഖ്തുബു ബികും നിയാബത്തൻ അൻകും വഅലഉ ജബ്ഹതി തഹത ഖദമൈക്കും. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കൊണ്ടോട്ടി കള്ളത്തൊരീഖത്തിനെ കുറിച്ചുള്ള വിശകലനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് സംസാരങ്ങളിലും വളരെ കൃത്യമായി കൊണ്ടോട്ടി കള്ളത്തൊരീഖത്ത് എന്ന് പറയുന്നത് തീർത്തും മഹാന്മാരായ മശായിഖന്മാരും പണ്ഡിതന്മാരും എതിർത്ത, ഒഴിവാക്കപ്പെടേണ്ട വ്യാജ ത്വരീഖത്താണെന്നും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയവുമായി യഥാർത്ഥ ത്വരീഖത്തുമായി യാതൊരു ബന്ധമില്ല എന്നും ഷിയാക്കളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന കക്ഷികളാണ് എന്നും നാം ചരിത്രരേഖകൾ വെച്ച് സംസാരിക്കുകയുണ്ടായി. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഷെയ്ഖ് ജിഫ്രി തങ്ങളും മമ്പുറന്നങ്ങളും ഉമർ ഖാദി തങ്ങളൊക്കെ എതിർത്തിട്ടുള്ള കള്ളത്തൊരീഖത്തുകാരെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് അവരുടെ പിന്മുറക്കാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പലരും ആ ആശയത്തിലല്ല ഉള്ളത്. അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ വിശ്വസിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായി തുടരുകയും ചെയ്യുന്ന ആ കുടുംബത്തിൻ്റെ പിന്മുറക്കാരായ ആളുകൾ പലരുണ്ട്. അവർക്ക് നമ്മൾ ഈ പറയുന്നതൊന്നും ബാധകമല്ല. അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ നല്ല പ്രവർത്തകരും വിശ്വാസികളുമാണ്. നാം വിമർശിക്കുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളെയാണ്, ആശയത്തെയാണ് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്മുറക്കാരായി ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഒരാളും ഒരു തെറ്റിദ്ധാരണയും വെച്ച് പുലർത്താൻ പാടില്ല. അങ്ങനെയാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജീവിതത്തിൻ്റെ അവസാന നിമിഷം ജീവന് പോകുന്ന ആ ഘട്ടത്തിൽ പോലും അബൂജഹൽ കടുത്ത വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയവനാണ്. എന്നാൽ ആ അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ആ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നാം റളിയല്ലാഹു അൻഹു തർലിയത്ത് ചൊല്ലുന്നു, നാം അവരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്, ഹിദായത്തിൻ്റെ നക്ഷത്രമാണ്. വാപ്പ അങ്ങനെയായിരുന്നു എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അതൊന്നും ബാധകമല്ല. എന്നതുപോലെ ഈ കള്ളത്തൊരീഖത്തിൻ്റെ മുൻഗാമികളായ ഈ കക്ഷികൾ അങ്ങനെയായിരുന്നു. ആ ഷിയാ ആശയം ഇന്ന് വിശ്വസിക്കുന്നവർക്കും നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബാധകമാണ്. എന്നാൽ അത്തരം വ്യാജ ത്വരീഖത്തിൽ പെട്ടുപോകാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാരെ അംഗീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ വഴിയിൽ ഇന്നുള്ള ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നാം പറയുന്നത് ബാധകമല്ല. അവരെ ഒരാളും തെറ്റിദ്ധരിക്കാനും പാടില്ല. അവരെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഇന്ന് പലരുമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാവട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നമ്മുടെ കേരളക്കാരായ, കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഖുതുബുസ്സമാൻ മുമ്പുറം തങ്ങളുപ്പാപ്പ അടക്കമുള്ള, ഷെയ്ഖ് ജിഫ്രി തങ്ങളുപ്പാപ്പ അടക്കമുള്ള, ഉമർ ഖാദി തങ്ങൾ അടക്കമുള്ള എല്ലാ ഔലിയാക്കളും ഇവരെ അതിശക്തമായി വിമർശിക്കുകയും ഇവരുടെ വിദണ്ഡവാദങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വിദേശത്തുള്ള പണ്ഡിതന്മാരും അക്കാലഘട്ടത്തിൽ ലോകാടിസ്ഥാനത്തിലുള്ള മഹാപണ്ഡിതന്മാർ, ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അസ്ഹറു ഷരീഫിലെ പണ്ഡിതന്മാർ,
അവരോട് ഈ നാട്ടുകാർ വിശദമായി എഴുതി ചോദിച്ചു. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയും പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വായിക്കും. അതിൻ്റെ പുറമെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ തങ്ങൾ, അതാരാണ്? ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മൗലദ്ദബീല മമ്പുറന്തങ്ങൾ ഉപ്പാപ്പയുടെ മകനാണ് സയ്യിദ് ഫളിൽ തങ്ങൾ. സയ്യിദ് ഫളിൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ആരാണ്? അഹമ്മദ് ബിൻ അബീബക്കർ ബിൻ അബ്ദുല്ലാഹി ബിൻ സമീത്തി അൽ അലവി അൽ ഹുസൈനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അന്നേ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ മകൻ സയ്യിദ് ഫളിൽ തങ്ങൾ ഒമാനിലെ ലൊഫാർ എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഗവർണറായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കാലഘട്ടത്തിൽ, അഥവാ ഹിജറ 1304 രചിച്ച ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ മൗലിദ്. അത് രചിച്ചത് യമൻകാരനായ അഹമ്മദ് ബിൻ അബീബക്കർ ബിൻ അബ്ദുല്ലാഹി ബിൻ സമീത്ത് അൽ അലവി അൽ ഹുസൈനി എന്ന് പറയുന്ന മഹാനാണ്. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ തങ്ങളുണ്ട്. ആ മൗലിദ് കിതാബ് ഹാദിഹി നുബദത്തുൻ മുഹ്തവിയത്തുൻ അലാ ബഅദി മനാഖിബിൽ ഗൗസി ഷഹീർ വൽ ഖുതുബിൽ മുനീർ അലവി ബിൻ മുഹമ്മദ് ബിൻ സഹിൽ മൗലദ് ദവീല അൽ അലവി അൽ ഹുസൈനി അൽ ഹലറമി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി വൽ മുസ്ലിമീൻ. ഈ ഒരു മൗലിദ് ഇത് തുബിഅ ബിറുഖ്സതി മജ്ലിസി മആരിഫി വിലായത്തി ബൈറൂത്തിലെ ലബനാനിലെ ബൈറൂത്തിലാണ് ഇത് പ്രിന്റ് ചെയ്യപ്പെട്ടത്. ഹിജറ 1307 നവംബറിനാണ്. അപ്പം അക്കാലഘട്ടത്തിൽ സയ്യിദ് ഫളിൽ തങ്ങളുടെ ആശീർവാദത്തോടുകൂടി രചിക്കപ്പെട്ട മൗലിദാണ്. ഈ മൗലിദിൽ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ ഒരു ചരിത്രം, അവിടുത്തെ ഒരു കറാമത്ത് പറയുന്നുണ്ട്. ആ കറാമത്ത് പറയുമ്പോൾ അവിടെ ഈ കൊണ്ടോട്ടിയിലെ ആ കള്ളത്വരീഖത്തിന്റെ കക്ഷിയെ പ്രത്യേകം പേരെടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ചില സംഭവങ്ങൾ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ സംഭവമോട് ചേർന്ന് വരുന്നുണ്ട്. അവിടെ തങ്ങളുപ്പാപ്പയുടെ കറാമത്തിന് മുമ്പിൽ കൊണ്ടോട്ടിയിലെ ഈ വ്യാജ കള്ളത്വരീഖത്തിന്റെ ഷെയ്ഖ് ഇളിഭ്യനായി പോകുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. വമിൻഹ, മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കറാമത്തിൽപ്പെട്ടതാണ് അന്ന റജുലൻ സവ്വജ ബിനതഹു വജഹസഹ ബിഹുലിയത്തിൻ ഫാഖിറത്തിൻ. ഒരാൾ തൻ്റെ മകളെ നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ നൽകി വിവാഹം ചെയ്തയച്ചു. വദഖല ബിഹ സൗജു, അങ്ങനെ വിവാഹം ചെയ്തയച്ച അന്ന് രാത്രി ഭർത്താവ് റൂമിലേക്ക് കയറി വന്നു. വഹിയ മുത്തഹയ്യിലത്തുൻ ബിഹ വഹസല സിഫാഫ ലൈലൻ വനാമ വസ്തറഖ ഫി നൗമി ഇലാ അൻ തുലഅത് ശംസു. അങ്ങനെ ഈ പുതുമണവാട്ടി ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മണിയറയിൽ പ്രവേശിക്കുന്നു. അന്ന് രാത്രി അവളും ഭർത്താവും കിടന്നുറങ്ങുന്നു. ഫന്തബഹർ റജുലു വഖറജ മിനൽ ബൈതി ലിഗറലിൻ വതറക്കൽ മർഅത നായിമഹ. അങ്ങനെ നേരം പുലരാലായപ്പോൾ ഭർത്താവ് എന്തോ ഒരാവശ്യത്തിന് റൂമിൽ നിന്ന് പുറത്തിറങ്ങി, ഭാര്യ അവിടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഫലമ്മസ്തയഖലത്തിൽ മർഅതു, പെണ്ണ് ഉണർന്നു നോക്കുമ്പോൾ വലം തജിദ് അലിഹ ഷൈഅൻ മിനൽ ഹുലിയി, അവളുടെ ശരീരത്തിൽ ഉറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും കാണുന്നില്ല, അത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഫതഹയ്യറത് വബാദറത് ഇലാ അഹ്ലിഹാ വഅഖ്ബറതുഹും ബിദാലിക. അങ്ങനെ ഇവളാകെ ബേജാറായി ഈ സ്ത്രീ അവളുടെ വീട്ടുകാരോട് ചെന്ന് വിവരം പറഞ്ഞു. ഫശഖദാലിക അലൈഹിം, അങ്ങനെ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി. ആരാണ് മോഷ്ടിച്ചതെന്നറിയില്ല. വിവാഹം ചെയ്തിച്ച ആദ്യമായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ വത്തഹമുസ്സൗജ, സ്വാഭാവികമായും ആളുകളൊക്കെ ഭർത്താവിനെ സംശയിച്ചു. വഖാലു ഇന്ന ഖുറൂജഹു ലൈലൻ ലിഗൈരി ഖറലിൻ നഅലമുഹു ഖരീനത്തുൻ അലാ സർഖതിഹി. ആളുകളൊക്കെ പറഞ്ഞു, ഭർത്താവ് അന്ന് രാത്രി പുറത്തു പോകുമ്പോൾ ഭാര്യനോട് പറയണ്ടേ, ഇതൊന്നും പറയാതെ പുറത്തു പോയത് അയാൾ തന്നെ ആയിരിക്കും അത് കട്ടത് എന്ന് എല്ലാവരും പറഞ്ഞു. വഅശാഉ ദാലിക ഇൻദന്നാസ്, ഈ സംഭവം ഒന്നായിട്ട് പ്രചരിച്ചു. വകാന ഹുനാക റജുലുൻ ഇഷ്തഹറ ഇസ്മുഹു ബിൽ ഫഖീറിൽ കൊണ്ടോട്ടി. അങ്ങനെ ആ കാലഘട്ടത്തിൽ കൊണ്ടോട്ടിയിലെ ഫഖീർ എന്ന പേരുള്ള ഒരു കള്ളശൈഖ്, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഉണ്ടായിരുന്നു. അദ്ദേഹം യദ്ദഇൽ മഅരിഫത, അദ്ദേഹം മഅരിഫത്തുണ്ട്, എനിക്ക് മഅരിഫത്തുണ്ട് എന്നാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. വയുഖയ്യിലു ലിബഅദിൻ നാസി അന്ന ലഹു കറാമാത്ത്,
അദ്ദേഹത്തിന് പല കറാമത്തുകളും ഉണ്ട് എന്ന് പലരോടും അദ്ദേഹം പ്രചരിപ്പിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് വൽ ഹാലു ഖിലാഫ ദാലിക, അതൊക്കെ കള്ള പറയുന്നത്. വാസ്തവത്തിൽ അയാൾ കള്ളനാണ്, എന്നിട്ട് കറാമത്തുണ്ട് എന്ന് നടിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ പ്രയോഗം തന്നെ ശ്രദ്ധിക്കണേ. കൊണ്ടോട്ടിയിലെ കള്ളത്വരീഖത്തിനെ കുറിച്ച്, അവരുടെ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നത് കറാമത്ത് വാദിക്കുന്ന, അവകാശപ്പെടുന്ന ഒരു വ്യക്തി, വ്യാജമായി വാദിക്കുന്ന ഒരു വ്യക്തി. വൽ ഹാലു അലാ ഖിലാഫി ദാലിക, വാസ്തവം അങ്ങനെയല്ല, അവൻ കള്ളനാണ്. അയാളടുത്തേക്ക് ഇവർ ചെന്നു. ഫദഖലു അലൈഹി വദകറു ലഹുൽ വാഖിയ കൈ യുബയ്യിന ലഹുമുസ് സാരിഖ ബിസഅമിഹിം. അങ്ങനെ ഇവര് ഇയാൾ വലിയാണ് എന്ന് ധരിച്ച് സംഭവം പോയി പറഞ്ഞു. എന്തിനെ? കറാമത്ത് കൊണ്ട് ആരാണ് മോഷ്ടാവ് എന്ന് കിട്ടാൻ വേണ്ടി. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു? ഈ കൊണ്ടോട്ടിയിലെ കള്ളശൈഖ് പറയാണ്, ഫഖാല ലഹും ഇന്ന സൗജ ഹുവ സാരിഖ്, ആ ഭർത്താവിനെയാണ് കട്ടതെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. വബിജഹിലിഹിം ദന്നു സിദ്ഖഹു, അപ്പൊ ആ സാധുക്കൾ വിചാരിച്ചു ഇതാ പുതിയാപ്പിള തന്നെയാണ് കട്ടത്. വ അന്നഹു യുഖ്ബിറുഹും അൻ മുകാശഫത്തിൻ, ആ കാരണം ഇയാള് ഈ കള്ള ഷെയ്ഖ് എനിക്ക് മുകാശഫയുണ്ട്, കശ്ഫുണ്ട്, കറാമത്തുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ വകദബഹു സൗജു, ഭർത്താവ് നിഷേധിച്ചു, ഞാൻ എടുത്തിട്ടില്ല എന്ന് ആ ഭർത്താവ് നിഷേധിച്ചു. കാരണം അത് പാവാണ്, ആ സാധു വിവരം അറിഞ്ഞിട്ടില്ല. വത്വലബൽ ഹുദൂറ മഅഹും ഇലൽ ഗൗസി, അങ്ങനെ അന്ന് മഹാനായ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? ഫഖാലൽ ഫഖീറു ഇസ്തിഹ്സാഅൻ, അപ്പം ഈ കൊണ്ടോട്ടിയിലെ കള്ള ഷെയ്ഖിനൊരു പരിഹാസം. എന്ത്, എൻ്റെ അടുക്കൽ വന്ന് തീരുമാനാകത്തിന് മമ്പുറത്ത് പോയിട്ടാ തീരുമാനാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പാനെ ഒന്ന് പരിഹസിക്കുകയാണ്. അപ്പൊ ഇയാൾ പറയാണെന്ത്? ഇൻ അൽഹറ ലക്കും അലവിയ്യു ഷൈഅൻ ഫഅഅതൂനി ഷൈഅൻ മിൻഹു. ഇയാൾ പറയണ, ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ അധികമായി മമ്പുറത്തെ അലവി നിങ്ങൾക്ക് എന്തെങ്കിലും അധികം പറഞ്ഞു തരികയാണെങ്കിൽ, അധികം തരികയാണെങ്കിൽ എനിക്കും അതിൽ നിന്ന് കുറച്ച് തരണേ എന്ന് പരിഹാസ രൂപേനെ മമ്പുറം തങ്ങൾ ഉപ്പാപ്പാനെ അവിടുത്തെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ് ഈ കൊണ്ടോട്ടിയിലെ കള്ളശൈഖ്. അങ്ങനെ അവർ അങ്ങനെ ആളുകളെല്ലാവരും കൂടി ചെന്ന് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളോട് സംഭവം പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, തൂനി ബി ഫുലാനിൻ വ ഫുലാനിൻ അസ്സാഅ, രണ്ടാളുകളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാലിന്നെ ആ രണ്ടാളുകളെ കൊണ്ടുവരൂ, ഇപ്പൊ തന്നെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഫഅഹ്ലറു ഫഖാല ലഹുൽ ഗൗസു, ബഹുമാനപ്പെട്ട തങ്ങളുടെ മുമ്പിൽ ആ രണ്ട് വ്യക്തികളെയും കൊണ്ടുവന്നു. അവരോട് തങ്ങളുപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ സത്യം ചെയ്തു പറയണം, നിങ്ങളല്ലേ എടുത്തത് എന്ന് നേരിട്ട് കറാമത്ത് കൊണ്ട് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ സമയത്ത് ഫഅജാബ ബിഅന്നഹുമാ ലാ യഅലമാൻ, അവർ പറഞ്ഞു ഞങ്ങളത് അറിയില്ല തങ്ങളെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഫഖാല ലഹുമാ അൻതുമാ കാദിബാൻ, കറാമത്ത് കൊണ്ട് തങ്ങളുപ്പാപ്പ പറയുകയാണ് നിങ്ങൾ കള്ളം പറയാനടാ, സത്യം പറയണമെന്ന്. വൽ ഹുലിയു ഖബഅതുമാഹു ഫിൽ മൗളിഇൽ ഫുലാനി, എന്നിട്ട് തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങളുപ്പാപ്പ അവർകൾ, നിങ്ങൾ കള്ളം പറയല്ലേ, നിങ്ങൾ ആ സ്വർണ്ണാഭരണം ഇന്നാലിന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ, ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ എന്ന് സ്ഥലമടക്കം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ ഫഅതറഫാ ബിദാലിക്, അവർക്ക് പിന്നെ സമ്മതിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. വഅഖറജൽ മസ്റൂഖ, അവരെ ആ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് ആഭരണം പുറത്തെടുക്കുന്നു. അത്തയാബിഹി ഇലൽ ഔസി, അവരതുമായിട്ട് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പാപ്പയുടെ സദസ്സിലേക്ക് വരുന്നു. ഫഖാല ലഹുൽ ഔസു, ആ സമയത്ത് സ്വർണാഭരണം നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മൗലദ് വീല ഉപ്പാപ്പ തങ്ങളുപ്പാപ്പ പറയാണ്, ഖദ് സഖത മിൻഹു ഷൈഉൻ ഫീ മൗദിഇ കദാ വകദാ, നിങ്ങൾ ഈ കൊണ്ടുവന്ന സ്വർണ്ണല്ലേ, ഇത് ഫുള്ളായിട്ടില്ല, ഇതിൽ ചെറിയൊരു ഭാഗം ഇന്ന സ്ഥലത്ത് വടിയിൽ വീണുപോയിട്ടുണ്ട്. നോക്കാം നിങ്ങൾ, കറാമത്ത്, ഇതാണ് കശ്ഫ് കറാമത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറയാണ്, നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ നിന്നും ചെറിയൊരു ഭാഗം ഇന്ന സ്ഥലത്ത് വീണുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഫർജിഉ ഇലൈഹി വഖുദൂഹു വഅതൂഹുൽ ഫഖീറ. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പ പറയാണ്,
അത് എടുത്തുകൊണ്ടുവരണം. എന്നിട്ട് ആ വീണ ആ ചെറിയ പൊട്ടുണ്ടല്ലോ അത് ആ കൊണ്ടോട്ടിയിലെ ഫക്കീറിന് കൊടുക്കണം. കാരണം അയാൾ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറഞ്ഞതിലപ്പുറം തങ്ങളുപ്പാപ്പ വല്ലതും പറയുകയാണെങ്കിൽ എനിക്കത് തന്നോണ്ടി, എനിക്ക് വല്ലതും തരേണ്ടി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് അയാൾ പറഞ്ഞതിനെതിരാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞ കളവ് ഞാനിവിടെ പൊളിച്ചടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംഗതി അയാൾക്ക് കൊണ്ടി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. യാനില്ലതി ഔഹമലഹും ഖബലു, നേരത്തെ ഇവർക്ക് തെറ്റായ ആശയം പറഞ്ഞു കൊടുത്ത കൊണ്ടോട്ടിയിലെ കള്ള ഷെയ്ഖ്. അങ്ങനെ ഫഅലു, ഇവരങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. കമാമറഹും വഫ്തലഹൽ ഫഖീറു വളഹറ കിദ്ബുഹു. അതോടുകൂടി അയാൾ വഷളായി. അയാളെ കശ്ഫും കറാമത്തൊക്കെ എവിടെത്തി? അത് യഥാർത്ഥ വലിയായ ഖുതുബുസ്സമാനായ മമ്പുറം ഉപ്പാപ്പയുടെ മുമ്പിൽ വില പോയില്ല. യഥാർത്ഥ കറാമത്തിന്റെ മുമ്പിൽ ഈ കള്ളന്മാരുടെ കളവ് അവിടെ തകർന്നു വീഴുകയാണ്. അയാൾ വഷളായി. അയാൾ പറഞ്ഞത് മുഴുവനും കളവാണെന്നും അയാളൊരു വ്യാജനാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മമ്പർമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മൗലിദ്, ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ബിൻ അബീബക്കർ ബിൻ അബ്ദുല്ലാഹി ബിൻ സമീത്ത് അൽ അലവി അൽ ഹുസൈനി തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മമ്പുറം തങ്ങളുപ്പാപ്പയുടെ നേരമകൻ സയ്യിദ് ഫളിൽ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ആശീർവാദത്തോടുകൂടെ എഴുതിയ മൗലിദാണ്. ആ മൗലിദിലാണ് ഈ കൊണ്ടോട്ടി വ്യാജ ഷെയ്ഖിന്റെ കളവ് പിടികൂടി അദ്ദേഹം ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങളുപ്പാപ്പയുടെ കറാമത്തിന്റെ മുമ്പിൽ എളിഭ്യനായി പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഇനി ഇതിലപ്പുറം തെളിവിന് എന്താ വേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞോ? ഇല്ല. ആ കാലഘട്ടത്തിൽ ഇവരുടെ തോന്നിവാസങ്ങളെല്ലാം കണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഔലിയാക്കളും മഹാന്മാരായ പണ്ഡിതന്മാരും ഒക്കെ ഇത് തനിച്ച ഇസ്ലാം വിരുദ്ധതയാണ് എന്ന് ഫത്വ നൽകുകയും തീരുമാനം പറയുകയും ചെയ്തിട്ടും അംഗീകരിക്കാതെ വന്നപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാർ കത്തെഴുതി. എങ്ങോട്ട്? ഈജിപ്തിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് കത്തെഴുതി. അവിടെ അന്ന് ഷെയ്ഖുൽ അസ്ഹർ ആയിട്ടുണ്ടായിരുന്നത് മഹാനായ ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു ആണ്. ഇന്നും അവിടുത്തെ കിതാബ് ഇൽമുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം അതറിയാം. ഇമാം ബാജൂരി തങ്ങളെ പരിചയപ്പെടാത്തവരായിട്ട് ഇൽമി രംഗത്ത് പരിചയമുള്ള സേവനം ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല. ആ നിലയ്ക്ക് ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു ഷെയ്ഖുൽ അസ്ഹർ ഇമാം ബാജൂരി തങ്ങൾക്ക് കത്തെഴുതി. പരിശുദ്ധമായ മക്കയിലെ ഹറമിലെ മുദരിസുമാർക്ക് കത്തെഴുതി, അവിടുത്തെ മുഫ്തിക്ക് കത്തെഴുതി, മദീനയിലെ ഹറമുകളിലെ മുഫ്തിമാർക്ക് കത്തെഴുതി. അങ്ങനെ നിരവധി കത്തുകൾ എഴുതി. അവരെല്ലാം വിശദമായ മറുപടിയും പറഞ്ഞു. അങ്ങനെ വന്ന ആ മറുപടിയുടെ എല്ലാം ക്രോഡീകരണമാണിത്. ഹാദിഹി മജ്മുഅത്തു ഫതാവൽ ഉലമാഇൽ അഅ്ലാം المتعلقة بالفرقة المبتدعة اللائم الزنادقة الملاعين الرفضة المتشيخة الإباحيين الوردة إلى قرية كندوتي من ديار مليبار خذلهم المولى الجبار وأعاذنا والمسلمين عن شرور الأشرار بجاه سيد الأبرار عليه وآله وصحبه سلام فائض مدرار في الكيل والنهار. ഇത് ആ പണ്ഡിതന്മാരുടെ കൊണ്ടോട്ടിയിലെ ഈ വ്യാജ ത്വരീഖത്തിന്റെ വാദങ്ങൾ നിരത്തി നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തുള്ള ഈജിപ്തിലെ അൽ അസ്ഹറിലെയും വിശുദ്ധമായ മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാരോട് ഈ ത്വരീഖത്തിന്റെ വിവരങ്ങൾ എഴുതി ഫത്വ ചോദിച്ചു. ആ ഫത്വയുടെ സമാഹാര ഗ്രന്ഥമാണിത്. ഇതെവിടെയാണുള്ളത്? ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയ ഷാലിയാത്തി കേരള അൽ ഹിന്ദ്. ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ ഫത്വകളുടെ ചോദ്യവും അതിന് മഹാന്മാരായ ഇമാം ബാജൂരി തങ്ങളടക്കമുള്ള ഈജിപ്തിലെ അൽ അസ്ഹറിലെ പണ്ഡിതന്മാരും മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാരും നൽകിയ ജവാബുകളും കൂർത്തിണക്കി ശേഖരിച്ചു വെച്ച ഒരു ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവിനോട് വളരെ കൃത്യമായിട്ട് ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? ഞാനത് വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി തങ്ങളോട് ചോദ്യം എന്താണ്? ആ ചോദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. മാ ഖൗലു ഉലമാഇൽ മദാഹിബിൽ അർബഅത്തി മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ ഖുസൂസൻ
قول سيدنا ومولانا العالم العلامة والحبر الفهامة فريد عصره ووحيد ظهره شيخ العلامة سيدنا ومولانا الشيخ إبراهيم الباجوري متعنا الله بطول حياته ونفعنا بعلومه وبركاته آمين. അപ്പോൾ 4 മദ്ഹബിലെയും പണ്ഡിതന്മാർ അതുപോലെ തസവുഫിന്റെ ഉലമാക്കൾ അവരുടെയൊക്കെ അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ച് മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം അൽ ബാജൂരി ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? ഫീ ത്വരീഖത്തി ഷെയ്ഖിൻ മിൻ ഇഖ്ലീമി മലൈബാർ ഫീ ബലദത്തി കുന്തോത്തി ഇസ്മുഹു ഇഷ്തിയാഖ് ഷാഹ്. ഇഷ്തിയാഖ് ഷാ എന്ന കൊണ്ടോട്ടിക്കാരനായ ഒരു കള്ള ഷെയ്ഖുണ്ട്, അയാളെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. എന്താണ്? ലഹു അത്ബാഉൻ കസീറ നഹ്വു മിഅത്തൈ അൽഫ്, 2000-ഓളം വരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹം യുലഖിനുൽ മുരീദീന കലിമത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഇല്ലല്ലാഹ് വ അല്ലാഹ് വ ഹു. അദ്ദേഹം മുരീദന്മാർക്ക് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കും, പിന്നെ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കും, പിന്നെ അല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കും, പിന്നെ ഹു എന്ന് ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം വബഅദൽ ഫറാഇ മിൻ ദാലിക, അത് ചൊല്ലിക്കൊടുത്തതിന് ശേഷം യഅ്മുറുൽ മുരീദീന ബിസുജൂദി ലഹു, അദ്ദേഹം മുരീദന്മാരോട് അയാൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. അതിന് അയാളുടെ തെളിവെന്താണ്? മുഹ്തജം ബിസുജൂദിൽ മലായികത്തിൽ സയ്യിദന ആദം അലൈഹിസ്സലാം ലമ്മ അല്ലമഹുൽ അസ്മാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എല്ലാ അസ്മാവും പഠിപ്പിച്ചു കൊടുത്ത ശേഷം ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചല്ലോ. അതാണ് ഇവരുടെ തെളിവ്. വസുജൂദി ഇഖ്വതി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരങ്ങൾ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ആയത്തുമാണ് ഇവരുടെ തെളിവ്. വയഖൂലു, എന്നിട്ട് ആ കൊണ്ടോട്ടിയിലെ കള്ള ഷെയ്ഖ് പറയുന്നു, ഇന്ന ഹാദ സുജൂദ മത്ലൂബുൻ ഫി ത്വരീഖ ദൂന ശരീഅ. ഇവിടുന്ന് എല്ലാ കള്ള ത്വരീഖത്തും പറയുന്നത് തന്നെ ഇത് ത്വരീഖത്തിൽ പറഞ്ഞ സുജൂദാണ്, അത് ശരീഅത്തിന്റെ പണ്ഡിതന്മാർക്ക് മനസ്സിലാവൂല എന്നാണ് ഇവർ വാദിക്കുന്നത്. യുൻകിറൂന അഫ്ആല അഹ്ലി ത്വരീഖത്തി വഫറഖ കസീറുൻ ബൈന ത്വരീഖത്തി വശരീഅത്തി വഅഹ്ലു ശരീഅത്തി യുൻകിറൂന അഫ്ആല അഹ്ലി ത്വരീഖത്തി കമാ അൻകറു അലാ ശൈഖ് മൻസൂറുൽ ഹല്ലാജ് വമുഹ്യിദ്ദീൻ ഇബ്നു അറബി വഗൈരിഹിം. എന്നിട്ടെന്താണ്? ഈ സുജൂദിനെ ശരീഅത്തിന്റെ പണ്ഡിതന്മാർ നിഷേധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് ത്വരീഖത്തിലുള്ള സംഗതിയാണ്, അത് ശരീഅത്തിലുള്ള പണ്ഡിതന്മാർക്ക് മനസ്സിലാവൂല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയും, ഷെയ്ഖ് ഹല്ലാജ് തങ്ങളെയും ഇബ്നു അറബി തങ്ങളെയും ഒക്കെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ വിമർശിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിലും ഇവിടെയുള്ള പണ്ഡിതന്മാർ വിമർശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വീണ്ടും ചോദിക്കണം, ഉംറു ഹാദ ഷെയ്ഖ്, ഈ പറയുന്ന കള്ള ഷെയ്ഖിന് ഏകദേശം 80ഓളം വയസ്സ് പ്രായമുണ്ട്. നഹ്വു 80 സന. പക്ഷേ വലം യുസല്ലിൽ ജുമുഅ വലാ ഫിൽ ജമാഅ ഫി ഉംരിഹി വലാ മറത്തൻ വാഹിദ, ഒറ്റ തവണ പോലും ഇദ്ദേഹം ജുമുഅക്ക് വന്നിട്ടില്ല, ജമാഅത്തിലോ മറ്റോ ആയി നിസ്കരിച്ചിട്ട് പോലുമില്ല. അപ്പൊ 80 വയസ്സ് ജീവിക്കുന്ന ഇയാള് ഒരിക്കൽ പോലും നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് വീണ്ടും ഇദ്ദേഹം മാരിബിന്റെയും സുബഹിന്റെയും സമയത്ത് വുളൂ ചെയ്യും. എന്നിട്ട് വയദ്ഖുലുൽ ഖൽവത, ഇദ്ദേഹം റൂമിലേക്ക് ഇങ്ങോട്ട് കയറും. വലാ യദ്രിയ യുസല്ലീഹിമാ ഔല, ആ 2 നിസ്കാരവും റൂമിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. ആ സമയത്ത് വുളൂ എടുത്ത് അങ്ങ് കയറിപ്പോകലാണ്. മറ്റു നിസ്കാരം അമ്മൽ ളുഹ്റു വൽ അസ്റു വൽ ഇശാഉ, ളുഹ്റും അസ്റും ഇശാഉം ഫലം യറഹു അഹദുൻ യുസല്ലീഹാ, നിസ്കരിക്കുന്നതായിട്ട് കണ്ടവരാരുമില്ല. കഴിഞ്ഞില്ല. വയതഖല്ലാ ബിൽ മുരീദി ഇൻദ തൽഖീനിഹി ദിക്ർ അൽ ഖഫീ, മുരീദന്മാർക്ക് ഒരു പ്രത്യേക മർത്തബയിലെത്തി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇയാളെ രഹസ്യമായിട്ട് ദിക്ർ ചൊല്ലിക്കൊടുക്കും. ആ സമയത്ത് സവാഉൻ കാന ദക്കറൻ ഔ ഉൻസൻ ഷാബത്തൻ ഔ അജൂസത്തൻ ജമീലത്തൻ ഔ ഷഹ്വാ സയ്യിബൻ ഔ ബിക്റാം, ആ ദിക്ർ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് മുരീദന്മാരെ ഇയാൾ ഒറ്റക്കാണ് കൊണ്ടുപോവുക. ഒറ്റയ്ക്ക്. അത് പെണ്ണാണെങ്കിലും യുവതിയാണെങ്കിലും വൃദ്ധയാണെങ്കിലും അത് വിധവകളാണെങ്കിലും കന്യകകളാണെങ്കിലും ഭംഗിയുള്ളവളാണെങ്കിലും അല്ലാത്തവളാണെങ്കിലും ഇയാൾ പെണ്ണുങ്ങളെ കൂടെ ഒറ്റയ്ക്ക് റൂമിൽ വാതിലടച്ചിരുന്നിട്ടാണ് ദിക്ർ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഇയാൾ പറയും, വഇദാ വസല മുരീദുഹു ഇലാ മർത്തബത്തിൽ കമാൽ, ഇയാളുടെ വാദപ്രകാരം ഇയാളുടെ മുരീദ് ഒരു കമാലിന്റെ മർത്തബയിലേക്ക് എത്തിയാൽ ജഅലഹു ഫഖീറൻ, അങ്ങനെ അയാളെ ഇദ്ദേഹം ഫഖീറാക്കി. പിന്നെ അയാളെ പേര് പിന്നെ ഫഖീറായി. എന്നിട്ടോ യൽഹഖു ജമീഅ ശൂരിഹി,
അങ്ങനെ ഫഖീറായി കഴിഞ്ഞാൽ ഇയാളുടെ താടിയും മുടിയും സർവ്വരോമവും വടിച്ചു കളയും. ഹത്തൽ ജഫ്ന വൽ ഹദ്ബ, കൺപുരികം പോലും വടിച്ചു കളയും. വയഅസിലുഹു, എന്നിട്ട് അദ്ദേഹത്തെ കുളിപ്പിക്കും. വയുകഫിനുഹു, അദ്ദേഹത്തെ കഫൻ ചെയ്യും, മയ്യത്ത് കഫൻ ചെയ്യും പോലെ കഫൻ ചെയ്യും. വയുസമ്മിഹി ബിഗൈരി ഇസ്മിഹിൽ അവ്വൽ, എന്നിട്ട് അദ്ദേഹത്തിന് വേറെ പേര് കൊടുക്കും. ആഷിഖ് അലാ ഷാഹ്, പിന്നെ മുഹിബത്തു ഷാഹ്, അതുപോലെ ഇമാം ഷാഹ് എന്നൊക്കെ തുടങ്ങിയിട്ട് പേര് കൊടുക്കും. അങ്ങനെ ഇയാൾ മുരീദന്മാരെ ഫഖീറാക്കി കഴിഞ്ഞാലോ ഫഇദാ ജഅലഹു ഫഖീറൻ, ഇയാളുടെ മുരീദ് ഫഖീറായി കഴിഞ്ഞാൽ ഹല്ലലഹു ഷുർബുൽ ഖംരി, പിന്നെ ഈ മുരീദിന് എന്തും കുടിക്കുക, കള്ളു കുടിക്കുക, വതർക്കു സ്വലാത്തി, പിന്നെ നിസ്കാരം വേണ്ട, വസൗമി, നോമ്പ് വേണ്ട, അതുപോലെ വ്യഭിചരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ വൈറുദാലിക് മിനൽ മഅ്മൂറാത്തി വൽ മൻഹിയാത്ത്, ഏത് കാര്യവും ഇദ്ദേഹത്തിന് പിന്നെ അനുവദനീയമായി. ഇസ്ലാം വിരോധിച്ച, ശരീഅത്ത് വിരോധിച്ച ഏത് കാര്യവും ചെയ്യാം. വയഹ്തജു ലിദാലിക ബിഹദീസി മൂതു ഖബല അൻ തമൂതു, അതിന് ഇയാളെ തെളിവെന്താണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ യഥാർത്ഥ മരണം പുലരുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കൂ എന്ന ഹദീസാണ് തെളിവ്. കഴിഞ്ഞില്ല. യാ ഹസൻ യാ ഹുസൈൻ, പിന്നെ ഇവർക്കൊരു കളിയുണ്ട്. ആ കളി നടക്കുന്ന സമയത്ത് യാ ഹസൻ യാ ഹുസൈൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടൊരു കളിയുണ്ട്. വഇദാ ദഖലൽ മുഹറമു, മുഹറം മാസമായാലോ യൂഖിദു കുല്ല ലൈലത്തി മിൻ അന്നാർ, എല്ലാ രാത്രിയും തീ കത്തിക്കും. എന്നിട്ട് ആ തീന് ചുറ്റും ഇങ്ങനെ കളിക്കും. വയൗമുൽ ആശുറ, ആശുറ ദിവസമായാലോ യഹ്മിലൂന താബൂത്ത് അല്ലത്തി ഫീഹാ സൂറത്തു സയ്യിദനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രൂപമാണെന്ന് പറഞ്ഞൊരു രൂപമുണ്ടാക്കി അതൊരു ശവപ്പെട്ടിയിലാക്കി ആ ശവപ്പെട്ടി ചുമന്നുകൊണ്ടുവരും. വയതസവ്വറൂന ബിസൂറത്തിൻ ഖബീഹിൻ കൽ കൽബി വൽ അസദി, എന്നിട്ട് ഇവര് മോശപ്പെട്ട നായന്റെ രൂപം, അതുപോലെ സിംഹത്തിന്റെ കോലം കെട്ടും. വയഖ്ലബൂന ബിഖിലാബി അഹ്മർ വ അബിയദ് വ അസ്വദ്, എന്നിട്ടോ ഇവര് ശരീരത്തെ മുഴുവൻ കളറടിക്കും. നമ്മളെ ഹോളി ആഘോഷമൊക്കെ പോലെ ചന്ദനക്കുടമലക്ക് അരച്ചിട്ട് അത് ശരീരത്തിൽ അത് വലിയ വ്യത്യസ്ത കളറുകളായിട്ട് തേക്കും. അങ്ങനെ ഈ കക്ഷികളെ ഇവർ നടത്തുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിവരിച്ചു കൊണ്ട് ചോദിക്കുകയാണ്. വഹാദിഹി ത്വരീഖ ലം യഖ്തറഅഹാ ഹാദാ ശൈഖ് അൽ മദ്കൂർ, ഈ പറയപ്പെട്ട അഫ്താബ് ഷാ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ഈ ത്വരീഖത്ത് ഉണ്ടാക്കിയത്. ബൽ ഹിയ മഅഖൂദത്തുൻ മിൻ ശൈഖിഹി, ഇഷ്തിയാഖ് ഷാ അല്ല, പിന്നെയോ അത് അദ്ദേഹത്തിന്റെ ഷെയ്ഖായ അഫ്താബ് ഷാ, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഷാ, ആദ്യത്തെ ആളായ മുഹമ്മദ് ഷാ, ഇവരിൽ നിന്ന് ഇങ്ങനെ കൈമാറ്റം ചെയ്തു വന്ന കാര്യമാണ്. ഈ മുഹമ്മദ് ഷാ ആണെങ്കിലോ വഹുവൽ ജായില ബൽദത്തി കുണ്ടോട്ടി, അദ്ദേഹം കുണ്ടോട്ടിയിലേക്ക് ബോംബെയിൽ നിന്ന് വന്നതാണ്. വൽ മുതവഫ ഫിഹ, അവിടെ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. വഅലാ ഖബരിഹി ഖുബ്ബത്തുൻ അളീമ, അദ്ദേഹത്തിന്റെ ഖബറിന്റെ മുമ്പിൽ വലിയ ഒരു ഖുബ്ബയുണ്ട്. വയസ്ജുദുൽ മുരീദൂന, ആ ഖുബ്ബയുടെ മുമ്പിൽ മുരീദന്മാർ സുജൂദ് ചെയ്യുന്നു. വഹാദ ശൈഖു ലി ഖബരിഹി ഐലൻ, ഇദ്ദേഹത്തിന്റെ ഈ ഇഷ്തിയാഖ് ഷാന്റെ ഖബറിന്റെ മുമ്പിലും സുജൂദ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വആദത്തുൽ മുരീദീന ഫി മുഖാതബതിഹിം, ഈ മുരീദന്മാര് ഷെയ്ഖന്മാരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർ വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കത്ത് എഴുതുമ്പോഴൊക്കെ ഇവർ അഭിസംബോധന ചെയ്യാറുള്ളത് എന്താണ്? യാ മഅബൂദ് എന്ന അഭിസംബോധന ചെയ്യും. യാ മഅബൂദ് എന്നാ വിളിക്കാം. അവർക്ക് കത്ത് എഴുതുമ്പോൾ ഇലാ മഅബൂദ്, മഅബൂദ് ആരാധിക്കപ്പെടുന്നവർ എന്നർത്ഥത്തിലാണ്. ഫഹൽ ഹാദിഹി ത്വരീഖ മിൻ ത്വരീഖത്തിൽ ഇസ്ലാം, അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ കള്ളത്വരീഖത്തിന്റെ അവസ്ഥ. ഞങ്ങൾക്കറിയേണ്ടത് ഈ ത്വരീഖത്ത് ഇസ്ലാമിന്റെ ത്വരീഖത്താണോ ഔല, അല്ലെങ്കിൽ അല്ലേ? വഹൽ ഹാദ ശൈഖു വശയൂഖുൽ മദ്കൂറു മിൻ അഹ്ലിസ് സുന്ന വൽ ജമാഅ വൽ മുബ്തദിഈന വൽ കാഫിരീന ഔല, ഈ പറയപ്പെട്ട ഷെയ്ഖും അവന്മാരുടെ മുരീദൊക്കെ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരാണോ, മുസ്ലിമീങ്ങളാണോ, കാഫിരീങ്ങളാണോ? എന്നിട്ടോ വഹൽ യജൂസു ലിഅഹദിൻ ദുഖൂലു ഹാദിഹി ത്വരീഖ ഔല, ഈ ത്വരീഖത്തിൽ കടക്കാൻ പറ്റുമോ? വഹൽ ലിഹാദ സുജൂദി അസ്ലുൻ മിനൽ കിതാബി വസുന്ന, ഇങ്ങനെ സുജൂദ് ചെയ്യാൻ ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടോ? വഹൽ ഇഹ്തിജാജുഹും ബി സുജൂദിൽ മലായികത്തി ലി ആദം സ്വഹീഹുൻ, ആദം നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്തു എന്നാണല്ലോ അയാൾ തെളിവ് പറയുന്നത്, അത് ശരിയാണോ അല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ وإن قلتم لا فمن أين ابتداء هذا السجود واختراعه من أهل السنة والجماعة باليهود والنصارى الذين يقولون بالحيبة سيدنا عيسى عليه السلام وسيدنا عزير على نبينا وعليهما أفضل الصلاة والسلام والرافضة الذين يدعون بالحيبة سيدنا علي كرم الله وجهه وأولاده وهل يجب أو يسن على المكلفين اتباع شيخ من المشايخ. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സുജൂദ് ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എവിടുന്നാ ഇവർക്ക് ഇത് കിട്ടിയത്?
ഇവർക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത്? ഇവരെ അത് കിട്ടിയത് ക്രിസ്ത്യാനികളിൽ നിന്നാണോ? അവരാണല്ലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്നത്. ഈസാ നബി ദൈവമാണെന്ന് പറഞ്ഞു. ഉസൈർ നബിയെക്കുറിച്ച് യഹൂദികൾ പറഞ്ഞു. അതുപോലെ റാഫിദത്ത് അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്നു. അപ്പം ഇവർക്ക് യഹൂദികളിൽ നിന്നാണോ, അതല്ല ക്രിസ്ത്യാനികളിൽ നിന്നാണോ, അതല്ല റാഫിദീങ്ങളിൽ നിന്നാണോ, ആരിൽ നിന്നാണ് ഇത് കിട്ടിയത്? അങ്ങനെ തുടങ്ങി ഇവരെക്കുറിച്ചുള്ള ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവര് ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി തങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് ഇവർ പറയുന്നുണ്ടല്ലോ ഇത് ത്വരീഖത്തിന്റെ ഇൽമാണ്, അത് പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയൂല, അങ്ങനെ വല്ലതുണ്ടോ? ശരീഅത്തിന് ബാധകമല്ലാത്ത ഏതെങ്കിലും ത്വരീഖത്തുണ്ടോ? ഇവരെ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? എന്നിട്ട് പറയാണ്, അഫ്താ ഉലമാഉ ബിലാദിനാ ബി ബുത്ലാനി ഹാദിഹി ത്വരീഖത്തി വ ഫസാദിഹാ, ഇവര് മുഴുവനും ബാത്തിലാണ്, ഇവര് ഫാസിദാണ്, തെറ്റാണ് എന്ന് ഞങ്ങളെ നാട്ടിലെ പണ്ഡിതന്മാരെല്ലാവരും ഫത്വ കൊടുത്തിട്ടുണ്ട്. വലാകിൻ ല യഖ്ബൽ ഹാദ ഷെയ്ഖ്, പക്ഷേ ആ പണ്ഡിതന്മാരുടെ ഫത്വയൊന്നും ഈ ഷെയ്ഖ് സ്വീകരിച്ചിട്ടില്ല. ഫഇന്നഹു യഖൂലു ലിമുരീദിഹി, അപ്പൊ ഈ ഷെയ്ഖ് പണ്ഡിതന്മാർ അവരുടെ മുരീദന്മാരോട് പറയുന്നത്, ഹാദിഹിൽ ഉലമാഉ ശരീഅ ലാ യഅരിഫൂന ഇൽമ ത്വരീഖ, അവർ ശരീഅത്തിന്റെ പണ്ഡിതന്മാരാണ്, അവർക്ക് ത്വരീഖത്തിന്റെ ഇൽമ അറിയൂല. അതുകൊണ്ട് ഫലാ യൽതഫിത്തുൽ മുരീദു ലിഖൗലിഹിം, അതുകൊണ്ട് തന്നെ ആ ഷെയ്ഖിനെ അന്ധമായി വിശ്വസിക്കുന്ന മുരീദന്മാര് ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവരുടെ ഫത്വകൾ അവർ അംഗീകരിക്കുന്നില്ല. അത്രമാത്രം അവരുടെ മുരീദന്മാരെ ഇയാൾ നാശത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫമത്ലൂബുനാ മിൻ ഫദ്ലിക്കും വ ഇഹ്സാനിക്കും, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അൻ തുഹഖിഖുൽ ഹഖ വ തുബ്തിലുൽ ബാതില ബിഅൻ തജ്മഉ ഉലമാഅ മിസ്ർ بأن تجمعوا علماء مصر من المذاهب الأربعة ومشايخ الطرق الإسلامية ويصححوا فتواكم ويمهروا فيها لعل الله يصلح من دخل هذه الطريقة من آبائنا وأمهاتنا وإخواننا ببركة فتواكم ودعائكم آمين وصلى الله على سيدنا ومولانا محمد وآله وصحبه وسلم. അതുകൊണ്ട് ഞങ്ങളെ നാട്ടിലെ പണ്ഡിതന്മാരുടെ ഫത്വ എന്നിവർ കേൾക്കൂല. അതുകൊണ്ട് ഞങ്ങൾക്കാ വേണ്ടത്, നിങ്ങൾ മിസ്റിലെ 4 മദ്ഹബിലെയും പണ്ഡിതന്മാരെയും അവിടെയുള്ള സൂഫിയാക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഈ വിഷയത്തിൽ നല്ല ഒരു തീരുമാനം പറഞ്ഞു തരണം. നിങ്ങൾ ആ വിധത്തിൽ തീരുമാനമെടുത്താൽ ഒരു പക്ഷേ ഇതിൽ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട പലരും പെട്ടുപോയിട്ടുണ്ട്, അവർക്കൊക്കെ കണ്ണു തുറക്കാനുള്ള ഒരു വഴിയായി മാറിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി തങ്ങൾ അതിന് കൃത്യമായ മറുപടി പറയാണ്. ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈ ഷെയ്ഖ് അദ്ദേഹം നിങ്ങളുടെ വിവരണം കേട്ടതനുസരിച്ച് അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അത് മംനൂഅൻ, അതൊരിക്കലും പറ്റില്ല. വലാ യജൂസു ലഹും സുജൂദു ലഹു, അങ്ങനെ അയാൾക്ക് സുജൂദ് ചെയ്യാൻ ഒരാൾക്കും ജായിസല്ല. ബല റുബ്ബമാ കാന കുഫ്റൻ, അത് കുഫറായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം തന്നെയായി മാറും. വലാ ഹുജ്ജത ഫീ സുജൂദിൽ മലായികത്തി ലി ആദം, ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്തു മലായികത്തുകൾ, അത് തെളിവ് പിടിച്ച് ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല. കാരണം ലിഅന്നഹാ ഖുസൂസിയത്തുൻ ഖസ്സസഹ അല്ലാഹു ബി ആദം, അല്ലാഹു തആല അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രം കൊടുത്ത ഒരു പ്രത്യേകതയാണത്. ലിഖൗലിഹി തആല വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം, അത് അല്ലാഹു തആല ആ ആയത്തിലൂടെ ആദം നബിയുടെ മാത്രം പ്രത്യേകതയാണ് പറഞ്ഞത്. വലാ ഫീ സുജൂദി ഇഖ്വതി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ സുജൂദ് ചെയ്തു എന്നതും തെളിവ് പിടിക്കാൻ പറ്റില്ല. കാരണം ലിഅന്ന ഹാദാ കാന ജായിസൻ ഫീ ശരീഅത്തിഹിം, യൂസുഫ് നബിയുടെ ശരീഅത്തിൽ അത് അനുവദനീയമായിരുന്നു. സുമ്മ നുസിഖ, പിന്നീട് ആ നിയമം മാറ്റി. ഫലാ യജൂസുൽ ആന അസുജൂദ് ലിഗൈരില്ലാഹി, നമ്മുടെ ശരീഅത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് പ്രകാരം അല്ലാഹു അല്ലാത്ത ഒരാൾക്കും സുജൂദ് അനുവദിച്ചിട്ടില്ല. ലിഅന്നഹു വറദ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീസിലുണ്ടല്ലോ, ലൗ ആമറു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ആരെങ്കിലും മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ല അമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഒരു സുജൂദിന്റെ ഓപ്ഷൻ നമ്മുടെ ശരീഅത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് കൽപ്പിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫമുംതനിഉൽ അംരി ബിസ്സുജൂദി ലിഗൈരില്ലാ ശരീഅത്തൻ വ ത്വരീഖത്തൻ,
അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നത് ശരീഅത്ത് പ്രകാരവും പറ്റില്ല, ത്വരീഖത്ത് പ്രകാരവും പറ്റില്ല. لأن الشريعة هي الأحكام الظاهرة والطريقة هي الأحكام الباطنة. ശരീഅത്ത് എന്ന് പറയുന്നത് ളാഹിറായ ഹുക്കുമുകളാണ്, ത്വരീഖത്ത് എന്ന് പറയുന്നത് ആ ളാഹിറായ ഹുക്കുമുകൾ ഉള്ളതോടുകൂടെ ബാത്തിനിയായ ഹുക്കുമുകളുമാണ്. അതുകൊണ്ട് അത് രണ്ടിലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വയദുല്ലു അലാ ഇബ്തിദാഇ ഹാദാ ശൈഖ്, മാത്രവുമല്ല ഈ ഷെയ്ഖ് കള്ളനാണ് എന്നതിന്റെ തെളിവാണ് അദമു സ്വലാത്തിഹിൽ ജുമുഅ വൽ ജമാഅ ഫീ ഉംരിഹി, അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിസ്കരിക്കുന്നത് കണ്ടില്ല എന്നത് തന്നെ അയാൾ മഹാകള്ളനാണ് എന്നതിന് തെളിവാണ്. വ അദമു റുഹിയത്തി അഹദിൻ ലഹു ഫീ സ്വലാത്തി ബൽ യദ്ഖുലുൽ ഖൽവത വലാ യദ്രി അയുസല്ലി ഔലാ فممتنع للمريدين اتباعه في هذه الطريقة لبطلانها لأنها باطلة. ഇമാം ബാജൂരി നിങ്ങൾ പറയണം. അതുകൊണ്ട് ഈ 19 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് അയാൾ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട്, വെള്ളം കുടിക്കുന്നത് കാണുന്നുണ്ട്, അയാൾ ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കള്ളന്മാരടുത്തേക്ക് പോകാൻ പാടില്ല, അയാളെ പിന്തുടരാനും പാടില്ല. എന്നിട്ട് വയംതനിഉ ഇഖ്തിലാഉഹു ബിൽ മുരീദി ഖുസൂസൻ അൽ ഉൻസ ഇൻദ തൽഖീനിഹി അദ്ദിക്ർ. കണ്ടോ, അതുകൊണ്ട് ഇയാള് ദിക്ർ എന്ന് പറഞ്ഞിട്ട് മുരീദന്മാരെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് രഹസ്യമായ റൂമിൽ വാതിലടച്ചുകൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അത് പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഇയാൾ ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന തോന്നിവാസം അത് പാടില്ല. അതിന് ഒരു പെണ്ണും വഴങ്ങിക്കൊടുക്കാൻ പാടില്ല, അത് പച്ച തോന്നിവാസമാണ്. വമാ യസ്തഖ്ബിഹു തഹ്ലീലുഹു വമിമ്മാ യസ്തഖ്ബിഹു തഹ്ലീലുൽ ഖംറ വൈറഹാ ഇദാ അക്മലൽ മുരീദു ബിസഅമിഹി. എന്താണ്? അതോടൊപ്പം അയാൾ ചെയ്യുന്ന വേറൊരു തോന്നിവാസമാണ്, അയാളുടെ മുരീദ് കമാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മദ്യപാനവും വ്യഭിചാരവും നിസ്കാരം ഉപേക്ഷിക്കലും നോമ്പ് ഉപേക്ഷിക്കലും ഒക്കെ ഹലാലാണെന്ന് പറഞ്ഞ കാര്യം, അതും വലിയ തോന്നിവാസമാണ്. വഹ്തിജാജുഹു ബിഹദീസി മൂതു ഖബല അൻ തമൂതു ലാ യസിഹു. ഈ ഹദീസ് പിടിച്ചിട്ട് മൂതു ഖബല അൻ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരണം വരിക്കൂ എന്ന് പറഞ്ഞ ഹദീസ്, അതിന്റെ അർത്ഥം അയാൾ മനസ്സിലാക്കിയിട്ടില്ല. അത് തെളിവ് പിടിച്ചുകൊണ്ട് ഈ തോന്നിവാസം ചെയ്യാനും പറ്റൂല. കാരണം ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? ലിഅന്നൽ മുറാദ ബിൽ മൗതി, ഹദീസിൽ പറഞ്ഞ മൗത്തി എന്നതിന്റെ അർത്ഥം അൽ ഇൻഖിതാഉ അനിശ്ശഹവാതി വമിമ്മാ അൽ ഇൻഖിതാഉ അനിശ്ശഹവാതി, എല്ലാ തരത്തിലുള്ള ഭൗതിക ആസക്തികളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് എന്തിന്റെ അർത്ഥം? ഹദീസിൽ പറഞ്ഞ മൗത്തിന്റെ അർത്ഥം. അതിന് പകരം ആ ഹദീസ് തെളിവാക്കിയിട്ട് എല്ലാ ഭൗതിക ആസക്തികളും ഹറാമും എല്ലാ തോന്നിവാസങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. വിരോധാഭാസം എന്നല്ലാതെ എന്ത് പറയാം? എന്നിട്ട് ഇമാം ബാജൂരി തങ്ങൾ തുടരാണ്, വമിമ്മാ യസ്തഖ്ബിഹു മിൻ ഫിഅലിഹി അന്നഹു ഇദാ അദ്ഖലൽ മുഹറം അന്നഹു ഇദാ ദഖലൽ മുഹറമു, അദ്ദേഹത്തിന്റെ മോശപ്പെട്ട ചെയ്തികളിൽപ്പെട്ടതാണ് മുഹറം മാസമായി കഴിഞ്ഞാൽ യുഖിദുൻ നാറ ഫീ കുല്ലി ലൈലത്തിൻ വയൽഅബൂന ഹൗലഹാ വയസുവ്വിറൂന അൻഫുസഹും ബിസൂറത്തിൻ ഖബീഹത്തിൻ കൽ കൽബി വൽ അസദി വയഖ്ലിബൂന അൻഫുസഹും ബിൽ അഹ്മരി വൽ അസ്വദി വഗൈരിഹിമാ മിൻ അവ്വലിൽ മുഹറം ഇലൽ ആശിർ. അങ്ങനെ മുഹറം മാസമായാൽ എല്ലാ രാത്രിയും തീ കത്തിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കളികളും അതോടൊപ്പം നായയുടെയും മറ്റുമൊക്കെ മൃഗങ്ങളുടെ കോലം കെട്ടി ശരീരത്തിലൊക്കെ ചായം പൂശി നടത്തുന്ന ഈ പരിപാടി മുഹറം 1 മുതൽ 10 വരെ നടത്തുന്നത് അതെല്ലാം മോശമാണ്. ഹുസൈൻ റളിയല്ലാഹു കോലം കെട്ടിയിട്ട് ഒരു ശവപ്പെട്ടി ചുമക്കുന്നത്, അത് പിന്നീട് വെള്ളത്തിൽ കൊണ്ടുപോയി എറിയുന്നത്, അതിനുശേഷം അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നത്, അതൊക്കെ ഷിയാക്കളുടെ പരിപാടിയാണ്. ആ കാര്യങ്ങളൊക്കെ ഫഹാദിഹി ത്വരീഖത്തുൻ ഫാസിദത്തുൻ, ഇതെല്ലാം കടുത്ത തെറ്റാണ്. ലാ യജൂസു ഇത്തിബാഉഹാ, ആ തെറ്റിന്റെ കൂടെ പോകാൻ പാടില്ല, അതിന്റെ ആ വഴിയിലേക്ക് ഒരാളും പോകാനും പാടില്ല. വമിമ്മാ യുൻകറു അലൈഹിം അസ്സുജൂദു ലിഖബരി ശൈഖ് മുഹമ്മദ് ഷാ അൽ-അസ്ലി, അതിൽ നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മുഹമ്മദ് ഷാ എന്ന് പറയുന്നവർ ആദ്യത്തെ ശൈഖിന്റെ ഖബറിന് സുജൂദ് ചെയ്യുന്നതും ഫലാ യജൂസു ലഹും, അതും പാടില്ല എന്നല്ല, ബൽ റുബ്ബമാ കാന കുഫ്റൻ, അത് ചിലപ്പോൾ കുഫറായി പോലും വരാം. അതുകൊണ്ട് ഫയജിബു അലൽ മുരീദീൻ, ആ ത്വരീഖത്തിൽ പെട്ടുപോയ ആളുകളോട് പറയാനുള്ളത് അവർ നിർബന്ധമായും അർജു അൻ ദാലിക കുല്ലിഹി ലിഫസാദിഹി, ആ ത്വരീഖത്ത് വിട്ടെറിഞ്ഞവർ പോകണം,
അവർ തിരിച്ചു വരണം, സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം. കാരണം അത് ഫാസിദായ ഏറ്റവും മോശപ്പെട്ട പിഴച്ച കക്ഷികളാണ്. വമിമ്മായം തനു അലൈഹിം ഖൗലുഹും ലിശൈഖ്, അതോടൊപ്പം അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? അത് അവർ അവരുടെ ഷെയ്ഖിനെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ മഅബൂദ് എന്ന് വിളിക്കുന്നു. അവർ ഷെയ്ഖിനെ എഴുതുമ്പോൾ ഇലാ മഅബൂദ് എന്ന് പറയുന്നു. അതും തെറ്റാണ്. കാരണം ലിഅന്നൽ മഅബൂദ ഹുവല്ലാഹ്, മഅബൂദ് അത് ആര് മാത്രമാണ്? അല്ലാഹു തആല മാത്രമാണ്. ഫഇനി അത്തഖദു അന്നഹു മഅബൂദുൻ, ഇനി ആ ഷെയ്ഖ് മഅബൂദാണ് എന്ന് അവർ വിശ്വസിച്ചിട്ടാണോ വിളിക്കുന്നത് എങ്കിൽ കഫറു, അവർ കാഫിർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഫഹാദിഹി ത്വരീഖത്തു ലൈസത് ബിതുർഖിൽ ഇസ്ലാമി ലിമാ ഫീഹാ അസ്ജൂദു ലിഗൈരില്ലാഹ്, അതുകൊണ്ട് ഈ ത്വരീഖത്ത് ഒരു നിലക്കും ഇസ്ലാമുമായി ബന്ധമുള്ള ത്വരീഖത്തല്ല. മാത്രവുമല്ല ഒരു അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നത് വഹുവ മുംതനിഉൻ ശരീഅത്തൻ വ ത്വരീഖ, ശരീഅത്ത് പ്രകാരവും ത്വരീഖത്ത് പ്രകാരവും കടുത്ത തെറ്റായ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുക എന്നത് പഠിപ്പിക്കുന്ന ത്വരീഖത്താണ്. വഹാദ ശൈഖു വ ശൈഖു മിനൽ മുബ്തദിഅതി, ഈ നിങ്ങളാ പറയുന്ന ഇഷ്തിയാഖ് ഷാ എന്ന് പറയുന്ന ഷെയ്ഖും അയാളുടെ ഷെയ്ഖായ അഫ്താബ് ഷായും അയാളുടെ ഷെയ്ഖായ മുഹമ്മദ് ഷായും അവരൊക്കെ കടുത്ത മുബ്തദിഅത്താണ് എന്നല്ല, ബൽ കാഫിരീൻ, അവർ കാഫിരീങ്ങൾ തന്നെയാണ്. ലിഅംരിഹി ബിസ്സുജൂദി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ കാഫിർ തന്നെയാണ്. വഹാദ സുജൂദു ലാ അസ്ല ലഹു ലാ ഫിൽ കിതാബി വലാ ഫിസ് സുന്ന, അങ്ങനെ ഒരു സുജൂദിന് ഖുർആനിലോ സുന്നത്തിലോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും ഒരു തെളിവുമില്ല. ബൽ ഹുവ കുഫ്റുൻ മഹ്ദുൻ, അത് തനിച്ച കുഫ്ർ തന്നെയാണ്. ലാ യജൂസു ഫിഅലുഹു ലി അഹദിൻ, ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. വയംബഇ ലിശ്ശഖ്സി അൻ യത്തബിഅ ശൈഖൻ ലിയദുല്ല അലൈഹി അലാ മാ ഹുവ ലാ യഅലമു വുജൂബൻ ഫിൽ വാജിബി വനദ്ബൻ ഫിൽ മൻദൂബി ലിഅന്നഹു ഇസ്തഹറ മൻ ലാ ലഹു ശൈഖുൻ ഫശൈഖുഹു അശ്ശൈത്വാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലുള്ള പണ്ഡിതന്മാരെയാണ് പിന്തുടരേണ്ടത്. ശരിയായ ഷെയ്ഖ് അല്ലെങ്കിൽ ഷെയ്ത്വാന് ഷെയ്ഖാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഇത്തരത്തിൽ കള്ളത്വരീഖത്തിൽ പെട്ടുപോകുന്നത്. ശരിയായ മശായിഖന്മാർ അവർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരാണ് ഇന്നത്തെ നമ്മുടെ മശായിഖന്മാർ. ആ മശായിഖന്മാരെ പിന്തുടർന്നു പോയാൽ ആഖിറം നമുക്ക് രക്ഷപ്പെടുത്താം. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടാൽ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടു പോകും എന്ന് വിവരിച്ചുകൊണ്ട് ഇമാം ബാജൂരി തങ്ങൾ ഇങ്ങനെ പറയാണ്, അവസാനം പറയാണ്, ഫൽ ഹഖ്ഖു മഅ മൻ അഫ്താ ബിബ്തുലാനി ഹാദിഹി ത്വരീഖ, അതുകൊണ്ട് ശരിയായ സത്യമുള്ളത് ഇസ്ലാമിന്റെ ശരിയായ വഴിയുള്ളത് ഈ കൊണ്ടോട്ടി കള്ളത്വരീഖത്ത് തെറ്റാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ കൂടെയാണ്. ലിമാ ഫീഹാ മിനസ് സുജൂദി ലിഗൈരില്ലാഹ് വഹുവ കുഫ്റുൻ, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യണമെന്ന് വരെ വാദിക്കുന്ന ഈ കക്ഷികൾ സത്യത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നത് കുഫറാണ്. ആ കുഫർ പോലും വാദിക്കുന്ന ഈ കള്ളത്വരീഖത്ത് അത് തെറ്റാണ് എന്ന് പറഞ്ഞ കേരളത്തിലെ പണ്ഡിതന്മാർ, മഖ്ദൂമികളായ പണ്ഡിതന്മാർ, പൊന്നാനി കൈക്കാർ, ബഹുമാനപ്പെട്ട മമ്പർ തങ്ങൾ ഉപ്പാപ്പ, ജിഫ്രി തങ്ങൾ ഉപ്പാപ്പ, അതുപോലെ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ അടക്കമുള്ള മശായിഖന്മാർ പറഞ്ഞതാണ് ശരി. അതുകൊണ്ട് വൽ ഹഖ്ഖു അഹഖ്ഖു അൻ യുത്തബഅ വല്ലാഹു അലം എന്ന് പറഞ്ഞ് ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു തന്റെ ഫത്വ അവസാനിപ്പിക്കുന്നു. മിനൽ ഫഖീരി ഇബ്രാഹിം അൽ ബാജൂരി ഖാദിമുൽ ഇൽമി ബിൽ അസ്ഹരി, അസ്ഹറിലെ ബഹുമാനപ്പെട്ടവർ തൻ്റെ ഫത്വ എഴുതി പൂർത്തിയാക്കുകയാണ്. ഈ ഫത്വയുടെ സമാഹാരം ഇത് ഇമാം ബാജൂരി തങ്ങളുടേത് മാത്രമല്ല, അസ്ഹറിലെ മറ്റു പണ്ഡിതന്മാരും ഇവരെ സംബന്ധിച്ച് കൃത്യമായ ഫത്വ നൽകുന്നുണ്ട്. ഇതേ വിഷയത്തിൽ അസ്ഹറിലെ മറ്റു പണ്ഡിതന്മാർ എഴുതിയ ഫത്വയിൽ കാണാം, വജ്തമഅതു അലൈഹിൽ മുജ്തഹിദൂന ഫഖദ് ഇത്തഫഖ ഉലമാഉൽ മുസ്ലിമീന വൽ മുതകല്ലിമീന വൽ ഫുഖഹാ വഗൈരിഹിം അന്ന ശഖ്സ ഇദാ അൻകറ അൽ ഹുക്മ സാബിത ബിൽ ഖുർആനി വൽ ഹദീസിൽ മുതവാത്തിറ, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അത് ഫുഖഹാകളാകട്ടെ മുതകല്ലിമീങ്ങളാകട്ടെ എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ്, വിശുദ്ധമായ ഇസ്ലാമിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യം
ഇതുപോലെ മിസ്ലു സ്വലാത്തി വസ്സൂമി വസ്സകാത്തി വൽ ഹജ്ജി വഹുർമത്തി സിന വൽ ഖംരി വസ്സുജൂദി ലിഗൈരില്ലാഹി തആല യക്ഫുറു. ദീനുൽ ഇസ്ലാമിൻ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം, നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ്, വ്യഭിചാരം ഹറാമാണ്, മദ്യപാനം ഹറാമാണ്, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ ഹറാമാണ് തുടങ്ങിയ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറായി പോകുമെന്നതിൽ തർക്കമില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അസ്ഹറിലെ മറ്റു പണ്ഡിതന്മാരും ഈ കൊണ്ടോട്ടി ത്വരീഖത്തിലെ കള്ളത്വരീഖത്തിന്റെ ആളുകളെ സംബന്ധിച്ച് ഫത്വ പറഞ്ഞു. കഴിഞ്ഞില്ല, പരിശുദ്ധമായ മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാരും ഫത്വ നൽകുന്നു. അൽ ഫഖീർ അൽ മുസ്തഹാം എന്ന് പറഞ്ഞിട്ട് സയ്യിദ് മഹ്മൂദ് അബു സഊദ് അൽ ഹനഫി അൽ മുഫ്തി ബിൽ മദീനത്തിൽ മുനവ്വറ, മദീന മുനവ്വറയിൽ നിന്നും ഇതേ വിഷയം പറഞ്ഞുകൊണ്ട് ഫത്വ വരികയാണ്. ഇനിയോ ധാരാളം പണ്ഡിതന്മാർ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും പണ്ഡിതന്മാർ ഫത്വ നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, കതബഹുൽ ഫഖീർ ഇലല്ലാഹി തബാറക വ തആല അലി അഫന്ദി അൽ ഹനഫി അൽ മുദരിസ് ബിൽ മസ്ജിദ് ഷരീഫ് നബവി, മസ്ജിദ് ഷരീഫ് മദീനത്തെ പള്ളിയിലെ മുദരിസ്, അദ്ദേഹത്തിന്റെ ഫത്വ ഇതേ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ വേറൊരു ഫത്വ ആരാണ്? അൽ ഫഖീറു ഇലൈഹി തബാറക വ തആല മുഹമ്മദ് അൽ മദനി അൽ മുദരിസ് ബിൽ മസ്ജിദ് ഷരീഫ് നബവി, അതുപോലെ മദീനത്തെ പള്ളിയിലെ മറ്റൊരു മുദരിസ്, അദ്ദേഹത്തിന്റെ ഫത്വയാണ്. വേറൊരു ഫത്വ ആരാണ്? കതബഹുൽ ഫഖീർ ഇലൈഹി തബാറക വ തആല മുഹമ്മദ് അൽ മുറാബിത്ത് അൽ മുദരിസ് ബിൽ മസ്ജിദ് ഷരീഫ് നബവി, മദീനത്തെ പള്ളിയിലെ മറ്റൊരു മുദരിസ്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ എഴുതിയ ഫത്വയാണ് ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ഷാലിയാത്തി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ ഇവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത്. വേറൊരു ഫത്വ കതബഹുൽ ഫഖീർ ഇലൈഹി ഉമർ അൽ ബർരി അൽ മുദരിസ് ബിൽ ഹറം ഷരീഫ് നബവി, മദീനത്തെ പള്ളിയിൽ തന്നെ മറ്റൊരു മുദരിസ്. വേറെ നോക്കൂ നിങ്ങൾ, മറ്റൊരാൾ മുഹമ്മദ് സാഹിദ് അഫന്ദി അൽ ഹനഫി അൽ മുദരിസ് ബിൽ മസ്ജിദ് ഷരീഫ് നബവി, മറ്റൊരു പണ്ഡിതൻ മദീനയിൽ നിന്ന്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ. വേറൊരു ഫത്വ ആരാണ്? മുഹമ്മദ് അമീൻ അൽ ഹനഫി അൽ മുദരിസ് ബിൽ മസ്ജിദ് ഷരീഫ് നബവി, മറ്റൊരു പണ്ഡിതൻ മദീനയിൽ നിന്ന്. അങ്ങനെ തുടങ്ങിയിട്ട് മറ്റൊരു ഫത്വ നോക്കൂ നിങ്ങൾ, കതബഹുൽ ഫഖീർ ഇലല്ലാഹി തആല അലി അൽ അഫന്ദി അൽ ഹനഫി മുദരിസ് ബിൽ മസ്ജിദ് ഷരീഫ് നബവി. വേറൊരാൾ ആരാണ്? കതബഹുൽ ഫഖീർ ഇലല്ലാഹി തആല അസീദ് ഇബ്രാഹിം ഖിയാർ ഷാഫിഈ അൽ മുദരിസ് ബിൽ മസ്ജിദ് ഷരീഫ് നബവി. അങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാരുടെ ഫത്വ, ഇഷ്ടം പോലെ ഫത്വകൾ, മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ഫത്വകൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഏത്? മജ്മുഅത്തുൽ ഫത്താവ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇതിൽ കൊണ്ടോട്ടിയിലെ ഈ കള്ളത്വരീഖത്തിന്റെ വ്യാജത്വരീഖത്തിന്റെ തോന്നിവാസങ്ങൾ കൃത്യമായി എഴുതി ചോദിച്ച് അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യതയോടുകൂടെ ഫത്വയും പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അപ്പോൾ ലോകതലത്തിലുള്ള പണ്ഡിതന്മാരും നമ്മുടെ കേരളത്തിലുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായി ഇത് പിഴച്ച തുരീഖത്താണ് എന്ന് പറഞ്ഞവരാണ് കൊണ്ടോട്ടിക്കാർ. ആ കൊണ്ടോട്ടിയിലെ ആ കള്ള ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഖ്ദൂമും ബന്നാനിയും എന്ന പുസ്തകം കൊണ്ടോട്ടി കൈകാരെ, ഞാനത് വായിക്കാം. കൊണ്ടോട്ടി കൈക്കാരെ പള്ളിയിൽ ഇമാമാക്കുന്നതും ചടങ്ങുകൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നതും വിലക്കിയിരുന്നു. കാരണം ലോകതലത്തിൽ എല്ലാ പണ്ഡിതന്മാരും മശായിഖന്മാരും ഒറ്റക്കെട്ടായി പറയുന്നു ഇവർ പിഴച്ചവരാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പള്ളിയിലേക്ക് കയറ്റാൻ പാടില്ല, മതപരമായ കാര്യങ്ങൾക്ക് ഇവരെ പറ്റില്ല എന്ന് അന്നത്തെ മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. എന്തുകൊണ്ട് മുസ്ലിമായ താങ്കൾ നോമ്പും ഹജ്ജും നിരസിക്കുന്നുവെന്ന ചോദ്യമുണ്ടായപ്പോൾ ഈ കൊണ്ടോട്ടിയിലെ ഈ കള്ള ഷെയ്ഖ് നിസ്കരിക്കൂല, നോമ്പെടുക്കൂല. നമ്മൾ നേരത്തെ ഇമാം ബാജൂരി തങ്ങളുടെ ഫത്വയിൽ വായിച്ചല്ലോ, അതുപോലെ മറ്റു പണ്ഡിതന്മാരുടെ ഫത്വയിൽ വായിച്ചല്ലോ. അപ്പം നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വാദിക്കാം. അയാൾ മുരീദിനെ കമാലിലേക്ക് എത്തിച്ചാൽ ആ മുരീദിനും വേണ്ട, പിന്നെ കള്ളു കുടിക്കാം, വ്യഭിചരിക്കാം, എന്ത് തോന്നിവാസവും ചെയ്യാം. അപ്പം അയാളോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? കൊണ്ടോട്ടി ഫഖീർ താൻ മലാമാത്തി വിഭാഗത്തിൽപ്പെട്ട സൂഫിയാണെന്ന് മറുപടി പറഞ്ഞു. അത്ര അയാൾ എന്താ പറഞ്ഞു? ഞാൻ മലാമാത്തി ഫഖീറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണ്ട, നിസ്കാരം നോമ്പൊന്നും വേണ്ട. മലാമാത്തി വിഭാഗക്കാർക്ക് ശരീഅത്തിന്റെ ബാഹ്യമായ ചുമതലകൾ നിർവഹിക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. അതിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട, ശരീഅത്തിന്റെ നിയമമൊന്നും ബാധകമല്ല. അത്തരം വാദഗതികളെ പൊന്നാനി പണ്ഡിതർ ശക്തമായി നിരാകരിച്ചു.
സൂഫി രംഗത്തെ പ്രാമാണികരായ അബ്ദുറഹ്മാൻ ജാമിയുടെയും ഷിഹാബുദ്ദീൻ സുഹറവർദിയുടെയും പ്രസ്താവനകൾ നിരത്തി പൊന്നാനി കമ്മുക്കുട്ടി മുസ്ലിയാർ മലാമാത്തി വാദത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ ശരീഅത്തിന്റെ നിയമം ബാധകമല്ലാത്ത ഒരു ത്വരീഖത്തുമില്ല. മഹാന്മാരായ മശായിഖന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ വലിയ ഉലമാക്കൾ, കമ്മുക്കുട്ടി മുസ്ലിയാരെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഈ കൊണ്ടോട്ടിക്കാരെ അതിശക്തമായി ഗണ്ണിച്ചു. സ്വയം മലാമത്തികളാണെന്ന് അവകാശപ്പെട്ട് തടിയൂരാൻ ശ്രമിക്കുന്നവർ കപടന്മാരാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പോ ആ കാലഘട്ടത്തിൽ ഇവരുടെ തോന്നിവാസങ്ങൾക്ക് ഇവർ ന്യായമായി പറഞ്ഞിരുന്നത് ഞങ്ങൾ ത്വരീഖത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ലോകതലത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഇവന്മാരുടെ ഈ ചെയ്തികളെ സംബന്ധിച്ച് അത് ഇസ്ലാം വിരുദ്ധമാണ്, കുഫറാണ്, അതിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് പ്രസ്താവിച്ചു. ചരിത്ര ഗ്രന്ഥങ്ങളും ചരിത്ര രേഖകളും വളരെ വ്യക്തമായി ഇവന്മാര് വ്യാജന്മാരാണ് എന്നത് നിരത്തുമ്പോൾ ഇന്ന് ആ വ്യാജന്മാരുടെ വക്കാലത്തെടുത്ത് അവര് ചെയ്ത അതേ തോന്നിവാസം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഷെയ്ഖ് ഷെയ്ഖ് പെണ്ണിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്നാൽ അത് പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി, ആണിനെ പെണ്ണാക്കും പെണ്ണിനെ ആണാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ തോന്നിവാസങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആന്റെ മേലെ ചവിട്ടിക്കരഞ്ഞ ബീരാണ്ടിയെ പോലുള്ള കള്ളന്മാരെ ന്യായീകരിച്ച് കടന്നു വന്നവർ, നിസ്കാരമില്ല, നോമ്പില്ല, എല്ലാ തോന്നിവാസവും ചെയ്യുന്ന ഇന്നത്തെ കള്ളത്വരീഖത്തിന്റെ ആളുകൾ ഈ വ്യാജന്മാരായ കൊണ്ടോട്ടി കള്ളത്വരീഖത്തിനെ ന്യായീകരിച്ചു വരും. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഖണ്ഡനം വന്നു. ഈ കൊണ്ടോട്ടിക്കാരെ അവർ ഇസ്ലാമിന്റെ പുറത്തുപോയവരാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഈ അതിനെ ന്യായീകരിച്ചു വരുന്ന കള്ളന്മാരായ കള്ളത്വരീഖത്തുകാർ പറയുന്നത് മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ കളവ് പറയുകയാണ്. CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ഇവർ ധാരാളം കളവുകൾ പറയും. ആ പറയുന്നതൊക്കെ CM വലിയുല്ലാഹി തങ്ങളുടെ പേരിലേക്ക് അങ്ങനെ വെച്ചു കൊടുക്കും. സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തെ ഇവിടെ പ്രചരിപ്പിക്കുവാൻ എല്ലാ ഊർജവും നൽകിയത് CM വലിയുല്ലാഹി തങ്ങളായിരുന്നില്ലേ? ആ CM വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ഇവർ കള്ളം പറയാം. CM വലിയുല്ലാഹി തങ്ങൾ കൊണ്ടോട്ടിയിലെ ഈ ഷിയാക്കളുടെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. നഊദു ബില്ലാ, ഒരിക്കലുമില്ല. ഹാദാ ബുഹ്താനുൻ അദീം, ഹാദാ കദിബുൻ വാദിഹൻ, അത് വ്യക്തമായ കളവാണ്, ഒരു രേഖയുമില്ല. ആരൊക്കെയോ എവിടെന്നൊക്കെയോ ഈ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ മൈക്കും ക്യാമറയും കൊണ്ട് ചെന്നപ്പോ അവരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു വരികയാണ്. എന്നാൽ അത് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വില പോവുകയില്ല. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ചരിത്രം ഇവിടെയുണ്ട്. 2 സമസ്ത പണ്ഡിതന്മാരും CM വലിയുല്ലാഹി തങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള പണ്ഡിതന്മാരാണ്. ആരോടെങ്കിലും CM വലിയത് പറഞ്ഞിട്ടുണ്ടോ? അവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടില്ല. ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? എവിടെയുമില്ല. പിന്നെ ഇവർ കൊണ്ടുപോയ മൈക്കിന്റെയും ക്യാമറന്റെയും മുമ്പിൽ ഏതോ ഒരാൾ പറഞ്ഞു, അതൊന്നും മുസ്ലിമീങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രേഖയുമില്ലാതെ CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ കളവ് പറയുകയാണ്. മറ്റൊരു കളവ് പറയുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അവിടെ സിയാറത്തിന് പോയിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, EK ഉസ്താദിന്റെ പേരിൽ നടത്തുന്ന മറ്റൊരു കളവാണ്. EK ഉസ്താദും അവിടെ പോയിട്ടില്ല എന്ന് മാത്രമല്ല, നോക്ക് നിങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കള്ളത്വരീഖത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കള്ളത്വരീഖത്തിനെതിരെ, കൊണ്ടോട്ടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കള്ളത്വരീഖത്തിനെതിരെയും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. EK അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അംഗമായിരുന്ന സമയത്ത്, അതിന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതുപോലുള്ള കള്ളത്വരീഖത്തുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ സമിതിയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ആ സമിതിയിലെ വ്യവസ്ഥകളെപ്പറ്റിയും മറ്റും തീരുമാനങ്ങളെടുക്കുന്നതിന് താഴെ പറയുന്നവരെ അധികാരപ്പെടുത്തി. കള്ളത്വരീഖത്തിന്റെ ആളുകൾ അവരാരാണ്? അവരുമായി സംവാദം നടത്തി അവരെ ആശയപാപ്പരിത്വവും പ്രാമാണിക വിരുദ്ധതയും ബോധ്യപ്പെടുത്തുന്നതിന് പണ്ഡിതന്മാരെ സമസ്ത ചുമതലപ്പെടുത്തുകയാണ്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒന്ന് EK അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല
കോട്ടുമല ഉസ്താദ് അവറുകൾ, വാണിയമ്പലം ഉസ്താദ് അവറുകൾ, മാനു മുസ്ലിയാർ, അഞ്ചാമതായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖന AP അബൂബക്കർ മുസ്ലിയാർ. എങ്ങനെ 5 പേരെ ചുമതലപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമനായിട്ടുണ്ടായിരുന്നത് EK ഉസ്താദാണ്. ആ EK ഉസ്താദ് ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും മഹാന്മാരായ എല്ലാ മശായിഖന്മാരും ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ റാഫിലിയാത്തിൽപ്പെട്ട ടീമാണെന്ന് പറഞ്ഞ ഈ കൊണ്ടോട്ടിയിൽ വന്ന് സിയാറത്ത് ചെയ്തിരുന്നു. എന്താ തെളിവ്? ഒരു തെളിവില്ല. ഈ കള്ളത്തൊരീഖത്തുകാരൻ പറയാ എന്നല്ലാതെ EK ഉസ്താദിന്റെ ചരിത്രത്തിൽ അങ്ങനെയുണ്ടോ? ഇല്ലേ, ഇല്ല. അപ്പൊ EK ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ കള്ളം പറഞ്ഞ്, വളരെ കളവ് പറഞ്ഞുകൊണ്ട് ഈ മഹാന്മാരായ പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകം ഒരുമിച്ചുകൊണ്ട് ഇവരെ തള്ളിക്കളഞ്ഞ ടീമിനെ വെളുപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. ഇനി ഞാൻ പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും മശായിഖന്മാരും ഈ കൊണ്ടോട്ടിക്കാർക്കെതിരെ കേരളതലത്തിലും ആഗോളതലത്തിലുമുള്ള പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇപ്പം ഇവരെ അനുകൂലിച്ചുകൊണ്ട് വെള്ളപൂശാൻ വരുന്ന മറ്റു ചില കള്ളത്തൊരീഖത്തുകാർ അവർ പറയുന്നു, പൊന്നാനി പണ്ഡിതന്മാർ, പൊന്നാനി കൈക്കാരായ പണ്ഡിതന്മാർ, അവരിൽ നിന്ന് തന്നെ ഈ കള്ളത്തൊരീഖത്തിനെ അംഗീകരിച്ചവരുണ്ടായിരുന്നു. അതാണിപ്പോൾ പറഞ്ഞത് മറ്റൊരു കളവ്. അതും പച്ചക്കളവാണ്. അതിനവർ കൊണ്ടുവരുന്നത് മുസ്ലിയാരകത്ത് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരാള് ഈ പൊന്നാനിക്കാർക്ക് അനുകൂലമായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ പറയപ്പെട്ട വ്യക്തി ഈ കള്ളത്തൊരീഖത്തിലെ അംഗമായിരുന്നു എന്നതാണ് ചരിത്ര വസ്തുത. നോക്കൂ നിങ്ങൾ, ചരിത്രം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിൽ പറയുന്നു, കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷായുടെ നൂതനാശയങ്ങളെ നിശിതമായി വിമർശിച്ചിരുന്നവരിൽ പ്രധാനി അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന സയ്യിദ് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ കോഴിക്കോടായിരുന്നു. ജിഫ്രിയുടെ വിമർശനങ്ങൾക്ക് അക്കാലത്ത് തന്നെ മുഹമ്മദ് ഷായുടെ സന്തത സഹചാരിയും പണ്ഡിതനുമായിരുന്ന മുസ്ലിയാരകത്ത് അബ്ദുൽ അസീസ് മുസ്ലിയാർ തന്നെ ഖണ്ഡനം എഴുതിയിരുന്നു. അപ്പോൾ ഈ പറയുന്ന മുസ്ലിയാരകത്ത് അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അദ്ദേഹം ഈ മുഹമ്മദ് ഷായുടെ സന്തത സഹചാരി എന്ന് പറഞ്ഞാൽ ആ കള്ളത്തൊരീഖത്തുകാരനായിരുന്നു. അയാൾ പിന്നെ അയാൾക്ക് അനുകൂലമായിട്ടല്ലേ പറയുള്ളൂ. ഇന്ന് കള്ളത്തൊരീഖത്തിന് അനുകൂലമായിട്ട് പറയുന്ന നിങ്ങളെപ്പോലെ തന്നെ അന്ന് ആ കള്ളത്തൊരീഖത്തിന്റെ വക്താവായിരുന്ന അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ഉറഞ്ഞുതുള്ളി. അതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? ഇന്നും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ കൊണ്ടോട്ടി കള്ളത്തൊരീഖത്തിന്റെ കക്ഷികൾ അവർ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നത് അന്നത്തെ പണ്ഡിതന്മാർ ആഗോളതലത്തിലും കേരളീയ പ്രാദേശിക തലത്തിലും ഇന്നും ആ ഗവേഷണാനന്തരമുള്ള പഠനങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നത് ഇവർ ഷിയാക്കളാണ്, സുന്നത്ത് ജമാഅത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഇന്ന് ജീവിക്കുന്ന പലരും ആ വിശ്വാസത്തിലില്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ പ്രചാരകരും പ്രബോധകരൊക്കെയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നാം പറഞ്ഞ കാര്യങ്ങൾ ബാധകമല്ല. അവർ അള്ളാഹുവിൻ്റെ ശരിയായ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളിവിടെ ഉദ്ധരിച്ച ചരിത്ര രേഖകൾ പലപ്പോഴും ഈ കൊണ്ടോട്ടി കള്ളത്തൊരീഖത്തിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കള്ളത്തൊരീഖത്തിന്റെ കക്ഷികൾ പറയുന്നത് ഈ പുസ്തകങ്ങൾ പലരും എഴുതിയത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. ചരിത്രം നമ്മൾ റഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണ്? ചരിത്രം പഠിച്ച ഗവേഷകരെയാണ്. ആ ചരിത്രത്തിന് ഉദ്ധരണി അതിനെ രേഖയാക്കുന്നത് ചരിത്രം ഗവേഷണം ചെയ്ത ഗവേഷകരെയാണ്. അതൊരു പക്ഷേ വഹാബിയാകാം, അതൊരു പക്ഷേ കള്ളത്തൊരീഖത്തുകാരനാകാം, അതൊരു പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തുള്ള ഒരു അമുസ്ലിം സുഹൃത്താകാം, ഒരു യുക്തിവാദിയാകാം. പക്ഷേ അടിസ്ഥാനപരമായി ചരിത്രമാണ് നമ്മൾ ഉദ്ധരിക്കുന്നതെങ്കിൽ അതിന് ഗവേഷകരാണ്, ആ ചരിത്രം പഠിച്ചവരാണ് അത് പറയേണ്ടത്. അതേസമയത്ത് ആദർശം പറയേണ്ടത് ആദർശം പഠിച്ച പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു വഹാബി ചരിത്രം എഴുതുകയാണ്. ആ ചരിത്രം അദ്ദേഹം ഗവേഷണം നടത്തി എഴുതുന്നുവെങ്കിൽ മുഹ്യിദ്ദീൻ മാലയെ കുറിച്ചുള്ള ചരിത്രം അദ്ദേഹം പറയും. അപ്പോൾ ആ മുഹ്യിദ്ദീൻ മാല ആരാണ് രചിച്ചത്, അതിൻ്റെ ചരിത്രം, അത് എവിടെ വെച്ചാണ് രചിച്ചത്, ഏത് വർഷമാണ് രചിച്ചത്, എങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ സാഹചര്യം എന്ന ചരിത്രം അത് ഗവേഷണം ചെയ്ത ആരും പറയാം, അത് നമ്മൾ അംഗീകരിക്കും. എന്നാൽ അതേ പണ്ഡിതൻ തന്നെ ആ ഗവേഷണം ചെയ്ത ചരിത്രം പറയുന്ന കൂട്ടത്തിൽ മുഹ്യിദ്ദീൻ മാലയിൽ ശിർക്കുണ്ട്, കുഫറുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കൂല. അത് ആദർശമാണ്, അത് നിങ്ങളല്ല പറയേണ്ടത്, അത് പണ്ഡിതന്മാരാ പറയേണ്ടത്.
അതുകൊണ്ടല്ലേ ഇന്നും നമ്മുടെ പള്ളി ദർസുകളിലും നമ്മുടെ കോളേജുകളിലും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണല്ലോ, നെഹ്വ് പഠിക്കുന്ന സമയത്ത് ആ നെഹ്വിന്റെ കായികകൾ പറയുമ്പോൾ തെളിവായിട്ട് ആരെ നമ്മൾ ഉദ്ധരിക്കാറുള്ളത്? ജാഹിലിയ കാലഘട്ടത്തിലെ കവികളെയാണ്. അവർ കള്ളുകുടിച്ച് പാടിയ കവിതകളായിരിക്കും പലപ്പോഴും, പക്ഷേ അത് അറബി സാഹിത്യത്തിന് തെളിവുദ്ധരിക്കാൻ അത് മതി. അതുകൊണ്ട് അവരെ നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് അവരുടെ ആശയം നമ്മൾ സ്വീകരിച്ചു അതിൻ്റെ അർത്ഥം അല്ല. അതുപോലെ തന്നെ ഹാഫിദു ദഹബിയെ പലപ്പോഴും നമ്മൾ ചരിത്രത്തിന് രേഖയായി ഉദ്ധരിക്കാറില്ലേ? ഹാഫിദു ദഹബി അദ്ദേഹം ഒരു ചരിത്രകാരനാകുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ കള്ളത്തൊരീഖത്തുകാർക്കറിയാം, ഇവർ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കൊണ്ടോട്ടി കള്ളത്തൊരീഖത്തിനെ ഒരു നിലക്കും ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചില മുടന്തൻ ന്യായങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വസ്തുത മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ സംസാരിക്കുന്നതും ഈ സേവനങ്ങളൊക്കെ അല്ലാഹു തആല അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തായി ഖബൂൽ ചെയ്ത് യഥാർത്ഥ മശായിഖന്മാരുടെ കൂടെ ചേർന്ന് ഈമാൻ സലാമത്തായി മരിക്കുവാനുള്ള കാരണമായി അല്ലാഹു തആല ഇത് മാറ്റിത്തരട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.